ഞാനിന്ന് ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിരുന്നു. ഒരു ക്ലയന്റിന്റെ ക്ലെയിം സംബന്ധിച്ച എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടം വരെ പോയത്. ഡിസ്പെൻസറിക്ക് മുമ്പിൽ തന്റെ ചേച്ചിയെ കണ്ടു. അവരെന്താ അവിടെ നിന്ന് രഹസ്യമായിട്ടൊന്ന് അന്വേഷിച്ചപ്പോഴാ സണ്ണിച്ചൻ വെട്ടുകൊണ്ട് കിടക്കാണെന്ന് അറിഞ്ഞത്. അല്പം സീരിയസ് ആണെന്നാ കേട്ടത്. തന്റെ ചേച്ചിയുടെ കാര്യമായതുകൊണ്ട് എന്റെ സുഹൃത്ത് വഴി ഞാനൊന്ന് ഫോളോ അപ്പ് ചെയ്തിരുന്നു. കുടുംബ വഴക്കാണെന്നാണ് പറയുന്നത്. ആ പെങ്കുച്ച് പുറത്തുനിന്ന് ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നാ കേൾക്കുന്നത്. പോലീസ് സൈനെ കസ്റ്റഡിയിലെടുത്തുന്നോ പിന്നീട് പൂക്കാടം പോയി ജാമ്യത്തിലെടുത്തുന്നോ അങ്ങനെ പല ന്യൂസുകളും കേൾക്കുന്നുണ്ട്. ഏതായാലും സംഭവം വലിയൊരു ഇഷ്യൂ ആയി മാറിയിട്ടുണ്ട്. ചെയ്യിച്ചത് അവര് തന്നെയാവും. എന്റെ ചേച്ചിയെ തോൽപ്പിക്കാൻ സ്വന്തം മോനാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ അയാളും മക്കളും എന്തിനു തയ്യാറാവും? പാവം ചേച്ചിക്ക് ഇതിനിടയിൽ എങ്ങനെ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? എടോ, അതൊന്നും ആലോചിച്ച് ഇയാളെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ചാടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ. അപ്പൊ ഇതുപോലുള്ളതൊക്കെ ഫേസ് ചെയ്യാനുള്ള തന്നിടവും അവർക്കുണ്ടാവും. ഏതായാലും ഒരു കാര്യം ഉറപ്പാ ഭാഗ്യക്കുറി, തന്റെ ചേച്ചി അവിടെ ചെന്ന് കയറിയപ്പം മുതൽ പൂക്കാടന്റെ ഫാമിലി ഒന്നും ആകെ ആടി ഒലിഞ്ഞിട്ടുണ്ട്. തന്തയും മക്കളും ഒക്കെ പല കൊമ്പിലാണെന്നാ കേട്ടത്. എന്താ ചേച്ചി മനസ്സിൽ കണ്ടേക്കുന്നതെന്ന് ഇപ്പോഴെനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ശങ്കർ. ഒരു കാര്യം ഉറപ്പാണ്, അവിടെ കഴിയുന്നിടത്തോളം കാലം ചേച്ചിയുടെ ജീവിതം ഒട്ടും സുരക്ഷിതമായിരിക്കില്ല. മോനെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നവർ അയാളുടെ ഭാര്യ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഒക്കെ അറിഞ്ഞു വെച്ചിട്ട് ചേച്ചി പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ? അതൊന്നും ഇയാളല്ലല്ലോ ചിന്തിക്കേണ്ടത്. തന്റെ ചേച്ചിക്ക് അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നതിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവും. മാത്രമല്ല ആ കുടുംബത്തിൽ നിന്ന് ആരുടെയൊക്കെ സപ്പോർട്ടും തന്റെ ചേച്ചിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ പൂക്കാടന്റെ ഭാര്യ ആശുപത്രിയിൽ ഗായത്രിക്കൊപ്പം നിൽക്കുന്നത്. എന്തായാലും കഷ്ടമായി പോയി. കൂട്ടത്തിൽ ഇത്തിരി മനസാക്ഷിയും വകതിരിവും ഒക്കെ ഉള്ള ആളായിരുന്നു ഈ സണ്ണിച്ചൻ. അയാൾക്കിട്ട് തന്നെ ഈ പണി കിട്ടിയില്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. ശങ്കർ, നമുക്കൊന്ന് പോയാലോ? എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. പോയാലും തന്റെ ചേച്ചി എങ്ങനെയാ തന്നോട് റിയാക്ട് ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല. സണ്ണിയുടെ കൂടെ പോയത് തനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് താനാണിത് ചെയ്യിച്ചെന്ന് വരെ വേണമെങ്കിൽ അവർ പറഞ്ഞു എന്ന് വരും. ഒന്നാമതേ മനുഷ്യൻ ഇവിടെ ആകെ പെട്ടിരിക്കുക. അതിന്റെ ഇടയിൽ താൻ കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോ അവർക്ക് വീണ്ടും സംശയം കൂടത്തേ ഉള്ളൂ. അയാൾക്ക് വെട്ടുകൊണ്ടതിന് ഇയാൾ എങ്ങനെയാ പെടുന്നത്? തന്റെ ചേച്ചിയാവുമ്പോ അങ്ങനെയൊക്കെ ചിലപ്പോ പറഞ്ഞു കൂടായികയില്ലെന്ന് ഓർത്ത് പറഞ്ഞതാ. നമ്മളെന്താ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിടാൻ പോകുന്നത്? ഇയാളിത് ഇവിടെ വന്ന് പറഞ്ഞപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുക. ഇയാൾക്ക് ഈ കേസുമായി എന്തോ ബന്ധമുണ്ട്. എന്റെ ചേച്ചിയുടെ ഭർത്താവിന്റെ കാര്യമായതുകൊണ്ട് മാത്രമല്ല ഇയാൾ ഇതേപ്പറ്റി ഡീറ്റെയിൽഡായി അന്വേഷിച്ചത്. ശരിയല്ലേ? ഏയ്, എനിക്കെന്താ ബന്ധം? ഇയാളെന്തിനാ വെറുതെ എന്നെ സംശയിക്കുന്നേ? എന്നാ ഞാൻ പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. എന്താ പോകുന്നില്ലേ? പോണം. അതിനു മുമ്പ് ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അമ്മാളൂനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ആ ലവനില്ലേ, സയനയുടെ ഫ്രണ്ട് ഗോഡ്വിൻ. ഈ ഗോഡ്വിനും സണ്ണിച്ചനും തമ്മിൽ ഉടക്കായിരുന്നു. അതെനിക്കറിയത്തില്ലായിരുന്നു. ഇയാൾ എന്തൊക്കെയാ പറയുന്നേ? അവര് തമ്മിൽ വഴക്കാണെങ്കിൽ അതിന് ഇയാൾക്കെന്താ? ഭാഗ്യക്കുറി കുറച്ചു ദിവസം മുമ്പ് ഈ പറഞ്ഞ ഗോഡ്വിനിട്ടൊരു പണി കിട്ടിയായിരുന്നു. അത് സണ്ണിച്ചൻ ജയിച്ചതാണെന്ന് വിചാരിച്ച് സൈനയും ഗോഡ്വിനും കൂടെ ചേർന്ന് അയാൾക്കിട്ട് തിരിച്ച് പണി കൊടുത്തതെന്നൊക്കെയാ കേൾക്കുന്നത്. അതും ഇയാളും തമ്മിൽ എന്താ ബന്ധം? അങ്ങനെ കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷെ ചെറിയൊരു കുഴപ്പമുണ്ട്. കുഴപ്പമോ? എന്ത് കുഴപ്പം? അന്ന് ഗോഡ്വിനിട്ട് പണി കൊടുത്തത് ഞാനായിരുന്നു. അന്ന് ഞാൻ നൈറ്റ് ഓട്ടോ ആയിരുന്നു. ബീച്ച് റോഡിൽ ഒരാളെ വിട്ടതിന് ശേഷം മടങ്ങി വരുമ്പോഴാ ഇവന് സൗകര്യത്തിൽ എന്റെ കയ്യിൽ കിട്ടിയത്. ആള് നല്ല ഫിറ്റുമായിരുന്നു.
ആടേ ഞാൻ വിളിക്കാം. എന്താ ഇവള് എടുക്കുന്നില്ലേ പണ്ടാര തുടങ്ങാൻ? എവിടെ പോയി കിടക്കാം? ഹലോ മരിയ, അറിയോ ഞാനിന്ന് ഫ്രീയാ. നീ ഫ്ലാറ്റിലേക്ക് വരുന്നോ? ആടേ ഞാൻ ഇതിൽ അവനല്ലേ? നമുക്ക് എന്താ ചെയ്യണ്ടത്? നീ വരാൻ പോടി കള്ളി ഒന്ന് ഇതവൻ തന്നെ. നീ എന്നെ ഫിറ്റായിട്ട് ആദ്യമായിട്ട് കാണണോ? എന്തിനാണ് ഇത്രയും ഡിമാൻഡ് ഇടുന്നേ? വരുന്നെങ്കി വാ. എന്നാ എനിക്കിനിപ്പോ വയ്യ. ഞാനിനി ഫ്ലാറ്റിലേക്കില്ല. ഒന്നാമത് ഞാൻ നല്ല ഫിറ്റാ, പോരാത്തതിനും വണ്ടിയും ബ്രേക്ക് ഡൗൺ ആയി. ഇല്ല, ഞാനിന്ന് ഫ്ലാറ്റിൽ ചുണ്ടോളാം. ഓക്കെ ഡിയർ, ഗുഡ് നൈറ്റ്. വണ്ടി വിടാ. അല്ല, എങ്ങോട്ടാണെന്ന് സാറ് പറഞ്ഞില്ല. അത് പറയാ, നീ വണ്ടി വിട്. ഇവനിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. എങ്ങോട്ടാ സാറേ? നീ ആ ഹോസ്പിറ്റൽ റോഡിലേക്ക് വണ്ടി വിട്. എന്തടേ? പെട്രോൾ തീർന്നു തോന്നുന്നു സാർ. ഓട്ടം കഴിഞ്ഞ് ഒതുക്കാൻ പോവായിരുന്നു. നാശം പിടിക്കാൻ വേണ്ടി പാട്ട വണ്ടിയായിട്ട് വെറുതെ മേലെ ഇറങ്ങണം. എടുത്തോണ്ട് പോടാ. ഇനിയിപ്പോ പണ്ടാ അത് നടക്കണമല്ല. എന്താ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ അന്ന് എന്തിനാ ഞാൻ രോഗി വെച്ചതാടാ. അവിടെ ഇയാളോട് ആരാ പറഞ്ഞേ ചെന്നവന്റെ മെക്കിട്ട് കയറാൻ? അതിന് ഇയാൾ ആരാ? കവലച്ചട്ടമ്പിയോ അതോ വാടക കൊണ്ടയോ? താൻ എന്നെ എന്തോ വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ അവൻ അങ്ങനെ സൗകര്യത്തിന് ഇരുട്ട് വാക്കിന് ഒത്തു കിട്ടിയപ്പോ വെറും കൈയോടെ പറഞ്ഞൂടെ എനിക്ക് തോന്നിയില്ല. ഭാഗ്യക്കുറി, ഇത് അവനിട്ട് കിട്ടാനുള്ളത് തന്നെ ആയിരുന്നോ? ഇല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് അവൻ ആ കോലത്തിൽ അവിടെ ഇട്ട് കിട്ടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നീ ആസ്വദിച്ചോടാ മോനെന്നും പറഞ്ഞ് ദൈവം കൊണ്ടുവച്ചതുപോലെ ഒരു തടി കഷ്ണവും കൈവാക്കിന് കിട്ടിയപ്പോ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. മിനിമം ഒരു മാസത്തേക്കെങ്കിലും അവൻ ഇനി കട്ടിലിന്ന് പോകത്തില്ല. എന്റെ അമ്മേ, ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഒരുത്തരം കൊതിതീരെ തല്ലിയിട്ടില്ല. തന്റെ കൊതിയൊക്കെ ഇതോടെ തീർന്നോളും. ഇയാളാണത് ചെയ്തേന്നറിഞ്ഞ പിന്നെ അവനും അവന്റെ ആൾക്കാരും വരുന്നത് തനിക്കൊരു ശവപ്പെട്ടിയായിട്ടായിരിക്കും. തന്റെ ഈ ആവേശമൊക്കെ അപ്പോഴും കാണിച്ചാൽ മതി. ഇത് ഭാഗ്യക്കുറി എന്നെ വരട്ടാൻ പറഞ്ഞതാണെന്ന് എനിക്കറിയാം. ഇനി അഥവാ അവന്മാർ അങ്ങനെ വന്നാലും എന്റെ അടുത്ത് മുട്ടി നിൽക്കാൻ അവന്മാരെ കൊണ്ട് പറ്റില്ല മോളെ. ഇയാൾ എന്ത് ചെയ്യും? അവരെ തിരിച്ചു തല്ലൂ? പിന്നെ എന്റെ പട്ടി തല്ലും. അവനെ പോലെയുള്ള ബോൺ ക്രിമിനൽസിലേക്ക് തല്ലാൻ നിന്നിട്ടേ നമ്മൾ എന്തിനാണോ നമ്മുടെ കൈ നാറ്റിക്കാൻ പോകുന്നത്? ഇനി അഥവാ അവന്മാർ അങ്ങനെ ഒരു അറ്റാക്കിന് വന്നാലും പിന്നെ അവിടെ നിൽക്കരുത്. അറിയാവുന്ന ദൈവങ്ങൾ നമുക്ക് മനസ്സിൽ വിളിച്ചോണ്ട് കണ്ണും പൂട്ടി കണ്ട വഴി ഓടി രക്ഷപ്പെട്ടോണം. അതിൽ അവന്മാരെ എന്നെ തോപ്പിക്കാൻ ഇച്ചിരി പൊളിക്കും. തമാശ അല്ല ശങ്കർ. മെഡിസിൻ പഠിക്കുമ്പോഴേ എനിക്ക് ഇവനെ അറിയാം. കള്ളും കഞ്ചാവും ഒക്കെ അടിച്ചു കയറ്റി ആരെ വേണേലും തല്ലാനും കൊല്ലാനും നടക്കുന്ന ടീമുകളാ. ഉപദ്രവിച്ചത് താനാണെന്ന് അറിഞ്ഞ തന്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും അത് ആപത്താ. ഈ വേണ്ടാദിനത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ഇയാൾക്ക് വീട്ടിലുള്ളവരെ കുറിച്ചൊന്ന് ചിന്തിച്ചൂടായിരുന്നോ? ഭാഗ്യക്കുറിങ്ങനെ ആവശ്യമുള്ള ടെൻഷനൊന്നും അടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവനിട്ട് പണി കൊടുക്കുന്നത് ഒരു മനുഷ്യരും കണ്ടിട്ടില്ല.
അതുകൊണ്ട് അവനൊരു തിരിച്ചടിക്ക് ശ്രമിക്കുന്നുള്ള പേടിയും തനിക്ക് വേണ്ട. സത്യം പറ, എന്നെങ്ങനെ കുറ്റം പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് അവനിട്ട് രണ്ടെണ്ണം കിട്ടണമെന്ന് തന്നെയായിരുന്നില്ലേ തന്റെ മനസ്സിലുള്ള ആഗ്രഹം? ഉണ്ട്. അതറിയാവുന്നത് കൊണ്ടാണല്ലോ ഒരവസരം ഒത്തു കിട്ടിയപ്പോ മുന്നും പിന്നൊന്നും നോക്കാതെ അവനിട്ട് നല്ല ചാമ്പ് ഞാൻ ചാമ്പിയത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലെങ്കിലോ? എന്നാലേ എനിക്കുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് നമ്മുടെ കുഞ്ഞിന് അവൻ നമ്മുടെ കുഞ്ഞോ? അയ്യോ സോറി, നമ്മൾ വളർത്തുന്ന ഈ കുഞ്ഞെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അതിനെ ഉപദ്രവിച്ചതിനും തട്ടിക്കൊണ്ടു പോയതിനൊക്കെയുള്ള ശിക്ഷയായിട്ട് അവൻ ഇതിനെ അങ്ങ് എണ്ണിക്കോട്ടെ. ഇത് ഇവിടെ വന്ന് പറയുമ്പോ തനിക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് കരുതുന്നത് എന്റെ മണ്ടത്തരം. ഹീറോ ആയിട്ട് കണ്ടില്ലെങ്കിലും എന്നെ ഇങ്ങനെ സീറോ ആയിട്ട് കാണല്ലേ ഭാഗ്യക്കുറി. ഇയാളുടെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത്. കണ്ണി കണ്ടവരുടെയൊക്കെ തല്ലുകൊണ്ട് ചാവണ്ടാന്ന് കരുതി. അത് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ ഇഷ്ടം പോലെ ആയിക്കോ. അപ്പൊ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോകുന്നുള്ള പേടിയുണ്ടല്ലേ ഭാഗ്യക്കുറിക്ക്? ഇയാൾക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. തന്നെ മാത്രം ഓർത്ത് ജീവിക്കുന്ന രണ്ടുപേരുണ്ടല്ലോ, തന്റെ അമ്മയും അമ്മുമ്മയും. അവരുടെ കാര്യം ഓർത്ത് പറഞ്ഞതാ. അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അനുസരിക്ക്, ഇല്ലേ തോന്നിയതുപോലെ ആയിക്കോ. വേണ്ടായിരുന്നു. മോളെ, നീ എന്താ ആലോചിക്കുന്നതെന്ന് ഇച്ചായന് മനസ്സിലായി. ഞാനും ചാച്ചനൊക്കെ നിന്റെ ഇടമെല്ലാം കാത്തു നിന്നിട്ടും ഒടുക്കം നിനക്ക് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നല്ലോ എന്നല്ലേ? എന്നാ ചെയ്യാനാ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വരവായിരുന്നില്ലേ ആ തലതെറിച്ച പെണ്ണുമ്പുള്ള. നമ്മൾ വേണ്ട മുൻകരുതൽ എടുക്കും മുമ്പ് അവര് നിന്നെ കൊണ്ടങ്ങ് പോയില്ലേ? ഞാൻ നമ്മുടെ DSP മൈക്കിൾ സാറിനെ അപ്പം തന്നെ കോണ്ടാക്ട് ചെയ്തതാ. അവരുടെ കാര്യത്തിൽ ഇടപെട്ട അയാളുടെ കാര്യം പുലിവാലാവുന്ന അയാൾക്ക് ഒരേ പേടി. ഡിപ്പാർട്ട്മെന്റിലെ ആ സ്ത്രീ അത്രയ്ക്ക് ടെററാണ് പോലും. മേലുദ്യോഗസ്ഥരുടെ ഇടയിൽ അവർക്ക് ക്ലീൻ ഇമേജ് ഉള്ളതുകൊണ്ട് നമ്മളെ സഹായിക്കാൻ അവർക്ക് പറ്റില്ലെന്നും പറഞ്ഞ് അയാൾ തടി വരും. എന്നാ ചെയ്യാനാ, നമ്മുടെ കഷ്ടകാലം. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇച്ചായ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്നാത്തിനാ? ഹോസ്പിറ്റലിൽ കിടക്കുന്നവരെങ്ങാനും തട്ടിപ്പോവുകയാണെങ്കിലും ആ CA ആ കുറ്റം എന്റെയും ഗോഡ്വിന്റെയും തലയിൽ കെട്ടിവെക്കുന്നുള്ളത് ഉറപ്പാ. സത്യം പറയാലോ മോളെ, അങ്ങനെ ഒരു പേടി എനിക്കും ചാച്ചനൊക്കെ ഉണ്ട്. നിന്നെ ടെൻഷനാക്കാതിരിക്കാൻ വേണ്ടി അത് ഞങ്ങൾ നിന്നോട് തുറന്നു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പൊ എന്നാ ചെയ്യും ബെന്നിച്ചായ? ആ, നീ വിഷമിക്കാതിരിക്കേ, നമുക്ക് വഴിയുണ്ടാക്കാം. ചാച്ചൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ വക്കീലിന്റെ അടുത്തേക്ക് പോയിരിക്കുക. ചാച്ചൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ പരാതി പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്നുള്ള നിലപാടിലവള്. ആ ഗായത്രി കിട്ടിയ അവസരം ഒരുമ്പട്ടവള് ശരിക്കങ്ങ് മുതലെടുക്കുക. ആ നശിച്ചവൾ ഈ വീട്ടിൽ വന്നു കയറിയ ആ നിമിഷം മുതല് പാടില്ലാത്തത് പലതും സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ അവനെ അവളെ ഇവിടുന്ന് എന്ത് വില കൊടുത്തും ഒഴിവാക്കണമെന്ന് ഞാൻ ചാച്ചനോട് നിർബന്ധിച്ചത്. അപ്പൊ ഓരോരോ മുടന്ത ന്യായം പറഞ്ഞേ ചാച്ചൻ തന്നെയാ ഇത് നീട്ടിക്കൊണ്ടു പോയതും ഇത്രയും വഷളാക്കിയതും ഒക്കെ ചാച്ചന്റെ പിടിപ്പേട്. ഇനിയിപ്പൊ പാപ്പിച്ചാനെ കുറ്റപ്പെടുത്തിയിട്ട് എന്നതാ കാര്യം? ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? അതും ശരിയാ. പിന്നെ നിന്റെ ഭാഗത്തുനിന്നും വീഴ്ച പറ്റി മോളെ. എന്തിനായിരുന്നു ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്? അതും ആ ഗോഡ്വിനെ കൂട്ടുപിടിച്ച്. അവനാണെ ആവേശത്തിന്റെ പുറത്ത് ചാടിക്കേറി മണ്ടത്തരം കാണിക്കുന്നുണ്ട്. ഇത് അവനെ ഏൽപ്പിച്ചതാ നിനക്ക് പറ്റിയ മണ്ടത്തരം. അങ്ങനെ എന്നതേലും ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. ഇച്ചാൻ എന്നതായി പറഞ്ഞു വരുന്നേ? അയാളെ ആക്രമിച്ചത് ഞാനും ഗോഡ്വിനും കൂടി പ്ലാൻ ചെയ്തുകൊണ്ടാണെന്നോ? നീ ഇച്ചായനോട് സത്യം പറ മോളെ. നിങ്ങൾ പ്ലാൻ ചെയ്തതല്ലേ അവനിട്ടൊരു പണി കൊടുക്കണമെന്ന്? ആ ഗോഡ്വിന്റെ കൈ തല്ലി ഓടിച്ചതിന് പകരമായി അല്ലേ? അങ്ങനെയാണല്ലേ നീ ഒട്ടും പേടിക്കണ്ടെന്നേ. ഈ ഇച്ചായനോട് ധൈര്യമായിട്ട് നീ പറഞ്ഞോ. കേസിൽ നിന്ന് തലവരാനുള്ള വഴിയൊക്കെ ഇച്ചായൻ കണ്ടുപിടിച്ചു തരാം. ഇനി പറ, ഇത് നീ അവനും കൂടി അറിഞ്ഞുകൊണ്ട്? നോ, നെവർ. എനിക്കോ ഗോഡ്വിനോ ഇക്കാര്യത്തിൽ ഒരു മനസ്സറിവും ഇല്ലെന്നുള്ളത് സത്യമാ. അത് ഞാൻ ഇച്ചായനോടും പാപ്പച്ചായനോടും തുറന്നു പറഞ്ഞതുമാണല്ലോ. പിന്നെ എന്നാത്തിനാ ഇച്ചായൻ എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? അങ്ങനെ എന്നതേലും ഉണ്ടെങ്കിൽ ഞാൻ എന്നാത്തിനാ നിങ്ങളെ വിളിക്കുന്നേ? നീ ടെൻഷൻ ആവണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അന്ന് അവനെ കൂട്ടുപിടിച്ച് ആ കുഞ്ഞിനെ തട്ടിയെടുക്കാൻ നോക്കിയതുപോലെ
വല്ല പ്ലാനും ആയിരുന്നു എന്ന് സംശയിച്ചതാ. അതുപോലെയാണോ ഇച്ചായ ഈ കേസ്? ഒരാളെ കൊല്ലാൻ വേണ്ടി ഏർപ്പാടാക്കാനുള്ള ചങ്കുറപ്പൊക്കെ എനിക്കോ? അതും പാപ്പിച്ചായനോടും ഇച്ചായനോടും ആലോചിക്കുക പോലും ചെയ്യാതെ. അതൊക്കെ എനിക്കും അറിയാം മോളെ. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ഒരു കാര്യം അങ്ങോട്ട് കണക്റ്റഡ് ആവുന്നില്ല. ഇനി ഇതാ ഗോഡ്വിന്റെ ബുദ്ധിയിൽ വിരിഞ്ഞതാണെങ്കിലോ? നിന്നോട് പോലും പറയാതെ സണ്ണിയോടുള്ള വൈരാഗ്യം തീർക്കാൻ അവൻ ആളെ ഇറക്കി കളിച്ചതാണെങ്കിലോ? കാര്യം ശത്രുക്കളാണെങ്കിലും നമ്മൾ സഹോദരങ്ങളായതുകൊണ്ട് അറിഞ്ഞാ മുടക്കുമെന്ന് കരുതി നിന്നോട് പോലും മറച്ചു വെച്ചതാണെങ്കിലോ അവൻ? ഏയ്, ഗോഡ്വിൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അഥവാ ആണെങ്കിൽ തന്നെ ഒരു നേരിയ സൂചനയെങ്കിലും അവൻ എനിക്ക് തന്നേനെ. ചേടാ, പിന്നെ ഇത് എത്ര ആലോചിച്ചിട്ടും വേറെ ആരാണെന്ന് ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോ ചാച്ചനെങ്ങാനും നമ്മളോട് പറയാതെ ബെന്നിച്ചായൻ എന്നതാ ആലോചിച്ച് തലയുടെ പിരിയിളകിയോ? പാപ്പിച്ചായനെ സ്വന്തം മോനെ ഇല്ലാതാക്കണമെങ്കിൽ എത്രയോ നേരത്തെ അതിന് കഴിയുമായിരുന്നു. ഒഴിവാക്കി വിടണമെന്നല്ലാതെ അയാളെ കൊല്ലാനൊന്നും പാപ്പിച്ചായൻ ഒരിക്കലും ചിന്തിക്കുകയില്ല. ഇച്ചായൻ എല്ലാവരെയും ഇങ്ങനെ സംശയിക്കുന്നത് പോലെ ഞാനൊരു സംശയം ചോദിക്കട്ടെ? എന്നതാ നീ ചോദിക്കേ? ഇനി ഞങ്ങൾ ആരും അറിയാതെ ഇതിന്റെ പിന്നിൽ ഇച്ചായനാണോ? അങ്ങനെയും ആയിക്കൂടുന്നില്ലല്ലോ. നീ എന്നാ വർത്തമാനം മോളെ പറയുന്നേ? ഞാനോ? എന്റെ പൊന്നെ, നീ അങ്ങനെയൊന്നും ചിന്തിച്ചേക്കല്ലേ. എനിക്ക് അതിന്റെ കാര്യത്തിൽ എന്നതേലും മനസ്സറിവ് ഉണ്ടായിരുന്നില്ലേ, ഞാനത് നിന്നോട് പറയാതിരിക്കോ? പ്രത്യേകിച്ച് ചാച്ചനോട്. അതുമല്ല, നിന്നെ ഈ കേസിൽ ആ പെണ്ണുമ്പുള്ള കസ്റ്റഡിയിൽ എടുക്കാൻ വന്നപ്പോ ഞാൻ അതൊക്കെ മറച്ചു വെച്ച് നിന്നെ അങ്ങ് വിട്ടുകൊടുക്കുന്നാണോ നീ ഈച്ചായനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്നതായാലും നീ ഇത്രയ്ക്കങ്ങ് താഴ്ത്തി കെട്ടണ്ടായിരുന്നു മോളെ. പിന്നെ ഞാൻ എന്ത് വേണം ഇച്ചായ? മനസ്സാ വാച അറിയാത്ത ഒരു കാര്യത്തിനും പോലീസിന് മുന്നിൽ കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വന്നില്ലയോ? ഒരിക്കൽ അവളുടെ അനിയത്തി കാരണം ജയിലിൽ കഴിയേണ്ടി വന്നവളാ ഞാൻ. ഇപ്പൊ ഈ ഒരുത്തി കാരണം സ്റ്റേഷനിലും ജയിലിലും ഒക്കെ ചെയ്യാത്ത കുറ്റത്തിന് സയനയ്ക്ക് അന്തി ഉറങ്ങേണ്ടി വന്നോ? പിന്നെ സയന ഒരു നിമിഷം പോലും നാണം കെട്ട് ജീവിക്കില്ല, അതുറപ്പാ. നീ എന്നതാ മോളെ ഇങ്ങനെയൊക്കെ? അത്രയ്ക്ക് ഭീരുവാണോ നീ? ദേ, പൂക്കാടൻ പെണ്ണിയുടെ പെങ്ങളെ ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? നീ ധൈര്യമായിട്ടിരിക്കും മോളെ. ദേ, ഈ ബെന്നിച്ചൻ ഇവിടെ ഇങ്ങനെ ജീവനോടുണ്ടെങ്കിലേ ഇനി നിന്നെ ഒരു ഏമാമാരും കണ്ണുരുട്ടി കാണിക്കാൻ ഇങ്ങോട്ട് വരികയില്ല. അഥവാ അവർക്ക് നിന്നെ കുടിക്കേ അടങ്ങുമെന്ന് വാശിയാണേല് ഈ ഞാനുണ്ടടി. നിനക്ക് വേണ്ടി സന്തോഷത്തോടെ ആ കുറ്റം ഞാൻ അങ്ങോട്ട് ഏറ്റെടുക്കും. എന്നാലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ആ ഉറപ്പ് പോരേടി നിനക്ക്. ചെല്ല. നീ വേണമെങ്കിൽ അമ്മച്ചിയുടെ വീട്ടിൽ പൊയ്ക്കോ. ഞാൻ പോയാ പിന്നെ ഇവിടെ ആരാ? അത് ഞാൻ രവിയോ മറ്റോ ഇവിടെ വിളിച്ച് നിർത്തിക്കോളാം. അതൊന്നും ശരിയാവുകയില്ലടാ. അത് മാത്രമല്ല, അവൾ അവിടെ ഒറ്റയ്ക്ക് നിന്നാലൊട്ട് ശരിയാവത്തുമില്ല. അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ. ഞാൻ പോയിട്ട് നാളെ രാവിലെ ഇഞ്ഞു വരാം. ഇയാളോ? നീ എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലടി, എന്തിനാ വന്നതെന്ന്? ചേച്ചിയുടെ ഭർത്താവിനെ ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നറിഞ്ഞു. അതിന് നിനക്കെന്ത് വേണം? അതോ ആ കാഴ്ച കണ്ട് നേരിട്ട് ആസ്വദിക്കാൻ വന്നതാണോ നീ? എന്നതാ ഗായത്രി, നീ അവളോട് ഇങ്ങനെ? വേണ്ട അമ്മച്ചി, ഇതിലാരും ഇടപെടണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. ചേച്ചി എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? മറ്റൊരാളുടെ ഭാര്യയായിന്ന് വെച്ച് ഞാൻ ചേച്ചിയുടെ ആരും അല്ലാതാവൂ? ചേച്ചിയുടെ ഭർത്താവിനൊരു അപകടം പറ്റിയെന്നറിഞ്ഞ ഒന്നും ഒന്ന് കാണുന്നത് അത് ആസ്വദിക്കാൻ വേണ്ടിയാണോ? അങ്ങനെ ഒരു മനസ്സാണ് എനിക്കുള്ളതെന്ന് ചേച്ചിക്ക് തോന്നുന്നു. വേണ്ട, നീ ഇനി എന്ത് വിശദീകരണം നൽകിയാലും എന്നെ സമ്മതിക്കുന്ന ഒരു കാര്യത്തിൽ ഇടപെടുന്നതോ സഹകരിക്കുന്നതോ എനിക്ക് ഇഷ്ടമല്ല.
ഒരിക്കലും എന്നെ തേടി വരരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നത്? നീ എന്ത് ചെയ്യുന്നെന്നോ എങ്ങനെ ജീവിക്കുന്നെന്നോ ഒന്നും ഞാൻ അന്വേഷിക്കാൻ വരുന്നില്ലല്ലോ. എന്നിട്ടും എന്തിനാ എന്റെ മനസ്സമാധാനം കളയാൻ ഇങ്ങനെ വലിഞ്ഞേറി വരുന്നത്? ഗായത്രി, വേണ്ട സർ, വിലക്കണ്ട. ചേച്ചി പറഞ്ഞതാ ശരി. ഞാൻ വരാൻ പാടില്ലായിരുന്നു. എന്റെ ചേച്ചിക്കോ കുടുംബത്തിനോ എന്ത് സംഭവിച്ചാലും ഞാൻ അന്വേഷിക്കരുതായിരുന്നു. വന്നത് തെറ്റ്, എന്റെ മാത്രം തെറ്റ്. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എത്രയും വേഗം സുഖം പ്രാപിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ ചേച്ചി എന്തുകൊണ്ടാ എന്നെ വേണ്ടെന്ന് വെച്ചതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാവും. അല്ലെങ്കിൽ എന്നോട് സ്വയം തോന്നി തുടങ്ങിയ വെറുപ്പാവും. കാരണം എന്തു തന്നെയായാലും എന്റെ ചേച്ചിയുടെ മനസ്സിൽ ഇപ്പൊ ഞാനില്ലാതെയായി. അത് മാത്രമേ എനിക്കറിയുള്ളൂ. സാരമില്ല, ഇപ്പൊ ഞാനില്ലെങ്കിലും ചേച്ചിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നിങ്ങളൊക്കെ ഉണ്ടല്ലോ. അത്രയും ആശ്വാസമുണ്ട്. പാവമാണ്, എന്റെ ചേച്ചിയെ സങ്കടപ്പെടുത്തരുത്. ഇനി വരില്ല, വന്ന് ബുദ്ധിമുട്ടിക്കില്ല, സമാധാനം കളയുകയില്ല. വയ്ക്കോട്ടെ.